इंडिया जा रहा हूँ। नेपाल इंडिया जा रहा है। 1958 मॉडल है, ये तो 54 मॉडल का 54. ദാരു കിട്ടുന്നു പറയണ്ടല്ലോ, നല്ല തണുപ്പ്. പണ്ട് അംബാസിഡറിലൊക്കെ കയറുമ്പോൾ ഒരു മണം കിട്ടില്ലേ, അതേ മണമാണ്. രണ്ട് രാജ്യങ്ങളുടെ ബോർഡർ ഒരു ഗ്രാമത്തിന്റെ ഇടയിൽ കൂടെ ഒരു വഴിയാണ്, ആ വഴി കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഡാർജിലിംഗിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ മാറിയിട്ട് മാനെ ബഞ്ചാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യ നേപ്പാൾ ബോർഡറിലുള്ള ഒരു വില്ലേജ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഭയങ്കര കോടമഞ്ഞ്, വിസിബിലിറ്റി ഒട്ടുമില്ല. ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് ലൈറ്റ് ഇടാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനും കൂടി ഇല്ല. അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് വണ്ടി സൈഡാക്കിയതാണ്, ഒന്ന് ഈ കോട ഒന്ന് മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് പോകുന്ന മാനെ ബഞ്ചാങ് എന്ന് പറഞ്ഞ വില്ലേജ്, ആ ഒരു വില്ലേജിൻ്റെ പകുതി ഭാഗം നേപ്പാളിലും പകുതി ഭാഗം ഇന്ത്യയിലുമാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് അവിടെ പോയി കാണണം എന്നൊക്കെ വിചാരിക്കുകയാണ്. പിന്നെ ആ വില്ലേജിന് വേറൊരു പേരും കൂടി ഉണ്ട്, ദ ലാൻഡ് ഓഫ് ലാൻഡ് റോവേഴ്സ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ ഏകദേശം 10-40 ലാൻഡ് റോവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്, ബ്രിട്ടീഷുകാരുടെ കാലത്തെ. അതിപ്പോൾ ടാക്സി ആയിട്ട് അവിടെ ഓടുകയാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറി. ഈ റോഡിന്റെ സൈഡിൽ ആ ഭാഗത്തായിട്ട് വലിയ വലിയ മരങ്ങളുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ നിഴല് പോലെയാണ് കാണുന്നത്. പിന്നെ ആ അറ്റത്ത് കുറച്ച് ബൈക്കുകാർ നിർത്തിയിട്ടുണ്ട് എന്നെ പോലെ. അവരവിടെ റിസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ റോഡിൻ്റെ അവിടെ നിർത്തുന്നത്. എനിക്ക് ഇവിടെ നിന്നിട്ട് തന്നെ കാണുന്നില്ല. അപ്പോൾ വണ്ടികൾ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാണില്ല, അതിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാലേ അവരെ കാണുള്ളൂ. ഞാൻ ഇത് നിൽക്കും തോറും ഉണ്ടല്ലോ, അത് കൂടിക്കൂടി വരികയാണ് കേട്ടോ. ഒട്ടും കാണാത്ത പോലെ ആയിട്ടുണ്ട്, വിസിബിലിറ്റി ഒട്ടും ഇല്ലാണ്ടായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നിറച്ച് ടീ ഗാർഡൻസ് ഒക്കെയാണ്. ഇവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ, ടീ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ബോർഡുണ്ട്. പക്ഷെ നമുക്ക് താഴത്തേക്കൊന്നും കാണില്ല, മൊത്തം ഇതുപോലെ കോട ഇറങ്ങിയേക്കാണ്. അപ്പോൾ എന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോ എടുത്തത് മിനിഞ്ഞാന്നാണ് കേട്ടോ. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഇന്ന് രാവിലെ ഇതേപോലെ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുക. അപ്പോൾ ഇറങ്ങണോ വേണ്ടോ എന്ന് ആലോചിച്ച് ഞാൻ ഫൈനലി എന്തെങ്കിലും ആവട്ടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത്രയും കോട ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ താമസിക്കുന്ന ഭാഗത്തൊന്നും ഇത്ര കോടയില്ല. കോടയുണ്ട്, പക്ഷെ ഇങ്ങനെ കാണാത്ത പോലെ ഇല്ല. കുറയുന്ന ലക്ഷണമില്ല കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കാന്നേ ഉള്ളൂ. വേറെയും കുറേ ബൈക്കുകാരൊക്കെ ഈ വഴി വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ പോയി. അപ്പോൾ പിന്നെ ഞാനും പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. പതുക്കെ നമുക്ക് സൂക്ഷിച്ച് നോക്കി പോവാം. ഇവിടെ ഉണ്ടായിരുന്നവർ പോയോ? കാണാനില്ല. അവർ പോയി. അവരിവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി. എന്താലേ അതേ ഒരു മുമ്പിലൊരു കാറ് വരണണ്ട. എന്ത് ദൈവം, എല്ലായിടത്തും വരുമ്പോഴാണ് കാണുന്നത്. താഴ്ത്തു നോക്കിയേ. ഒട്ടും വണ്ടി പിടിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് റോഡാന്നല്ലേ തോന്നണേ. ഇവിടുന്ന് ഒരു ഷാർപ്പ് ലെഫ്റ്റാ. താഴെ മൊത്തം ടീ ഗാർഡൻസ് കാണണം എന്നൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ റൂട്ടിൽ വന്നത്. ഇതാകെ ഇവിടെ ഒരു മരത്തിന്റെ ഒരു നിഴല് മാത്രം. ഇവിടെ തൊട്ടടുത്താട്ടോ മരം, അതിനെ കാണാനും കൂടി ഇല്ല. അപ്പോൾ അതേ ബൈക്ക് തന്നെ വിസിബിലിറ്റി കുറഞ്ഞു, ബൈക്ക് അവിടെ വെച്ചിട്ട്. അപ്പോൾ ഒന്നും കാണുന്നില്ല. ഞാൻ ഈ അടുത്തൊന്നും എൻ്റെ ലൈഫിൽ ഇത്രയും ഇതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കോട അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൂന്നാർ, നമ്മുടെ നാട്ടിലൊക്കെ കോട അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് ഞാൻ കോട ആദ്യമായിട്ടാണ് കാണുന്നത്. വരുന്ന വഴിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നിർത്തുന്നുണ്ട്. എന്നെ പോലെ തന്നെ ഇങ്ങനെ ആ ഒരു ഇത് കണ്ടിട്ട് കൊള്ളാലോ എന്നുള്ള പോലെ കിട് ഫീലിംഗ് കേട്ടോ, കിട് ഫീലിംഗ്. ബൈക്ക് കാണാനില്ല. ഒരു 10 അടി ഇങ്ങനെ നടന്നിട്ടുണ്ടാവുള്ളൂ, ബൈക്ക് കാണാനില്ല. അപ്പോൾ എന്നെ ഈ വരുന്ന ആൾക്കാർക്ക് കാണാനുണ്ടാവില്ല. ഞാൻ ഒതുങ്ങി നിൽക്കട്ടെ. ചേട്ടാ ലൈറ്റ് ഇട്ട് വാ ചേട്ടാ. എന്തൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വെതറാന്ന് നോക്കിയേ. ആ ഒരു ഭാഗത്തും കൂടെ വന്നു, ഫുൾ ക്ലിയർ ആയിട്ടോ. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള പോലെ. അവിടെ മേഘമൊക്കെ മാറി, അവിടെ നീലാകാശമൊക്കെ ഉണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ പൂക്കൾ വെച്ചൊക്കെ നോക്കി. ആഹാ എന്ത് രസാ. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും അതെ, നിറച്ച് പൂക്കളാണ്. എൻ്റെ അമ്മ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പറയാൻ വേണ്ടി വിത്ത് എടുത്തുകൊണ്ട് വരാം. ഈ ഒരു ഭാഗത്ത് ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ടൂറിസ്റ്റൊക്കെ വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. വലിയ വലിയ മരങ്ങളാണ്. ദീദി ये जगह का नाम क्या है? ലെപ്ച ജഗ. അച്ഛാ ലെപ്ച ജഗ എന്നാണ് കേട്ടോ. ലെപ്ച എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ സിക്കിമിൽ ഈ ലെപ്ചകളുടെ ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ പോയിട്ടുണ്ട്. എത്ര പേര് അത് കണ്ടിട്ടുണ്ട്? കാണാത്തവർക്ക് ഇതേ മുകളിൽ ഇവിടെ എവിടെ ഒരു ലിങ്ക് വരും, അത് കാണാട്ടോ. നല്ല അടിപൊളി ഇതാണ് അവരുടെ കൾച്ചറൊക്കെ, ഭയങ്കര രസമാണ്. അപ്പോൾ കോടയൊക്കെ മാറി റോഡ് ചെറുതായിട്ട് നനഞ്ഞിട്ടെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു തീർന്നില്ല, അതേ വന്നു.
ഞാൻ എത്ര നന്നായിട്ട് ഇവിടെ വന്നിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണെന്നറിയോ. ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതാണ് ഇവിടെ വന്നിട്ടൊരു വീഡിയോ ചെയ്യണം, ഈ ലാൻഡ് റോവറുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അതിങ്ങനെയായിട്ടോ, നല്ല മഴ ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല മഴയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലെൻസിലൊക്കെ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ബൈക്ക് ഇവിടെ സൈഡിൽ അവിടെ ഒതുക്കി നിർത്തിയേക്കാണ്. ആ ഒരു ഭാഗത്തേക്ക് പോയി ഞാൻ അവിടെ ചെന്ന് തിരിച്ചു വന്നു കേട്ടോ. അവിടെയാണ് ബോർഡറും കാര്യങ്ങളൊക്കെ. അവിടെ വണ്ടി വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ നമുക്കിനി മഴയത്ത് നടക്കാൻ വേറെ ഓപ്ഷനില്ല. ഇത് നിൽക്കുന്നത് തോന്നുന്നില്ല. അതിവിടെ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇവിടെ ഒരു ലാൻഡ് റോവർ കിടക്കുന്നുണ്ട് കേട്ടോ. ഏതോ കൊല്ലത്തെയാണ്, എന്തായാലും ബ്രിട്ടീഷുകാരുടെ കാലത്തെ ലാൻഡ് റോവറാണ്. WB772918 എന്നുള്ള നമ്പറിൽ. അപ്പോൾ 4 വീൽ ഡ്രൈവ് സ്റ്റേഷൻ വാഗൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ലാൻഡ് റോവർ നമ്മൾ നേപ്പാളിൽ മറ്റേ സഫാരി ചെയ്തപ്പോൾ ആ സഫാരിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇതേപോലത്തെ ഒരു ലാൻഡ് റോവർ. അപ്പോൾ ഇത് ഈ വണ്ടികളൊക്കെ ടാക്സി ഓടുന്ന വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സണ്ടക്ഫു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ട്രക്ക് ചെയ്യുന്ന ആ ഒരു പോയിന്റിലേക്ക് പോകുന്നത് ഈ ലാൻഡ് റോവറുകളാണ്. വേറെ വണ്ടികളുണ്ട് കേട്ടോ, സുമോ അല്ലാത്ത വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ മെയിനായിട്ട് 40 ലാൻഡ് റോവറുകൾ ഓടുന്നത് ആ ഒരു റൂട്ടിലാണ്. സണ്ടക്ഫൊന്നും ഈ മഴയത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഞാനിങ്ങനെ ഇടയിൽ ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷേ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ വന്ന ഒരു പെൺകുട്ടിയുണ്ട് ഹോസ്റ്റലിൽ. ആ പെൺകുട്ടി പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ട്രക്ക്. അപ്പോൾ നമുക്കത് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പോകാം. സണ്ടക്ഫ് നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വഴി തന്നെ വേറെയും കുറേ ട്രക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാൻഡ് റോവറിൽ ആദ്യത്തെ ലാൻഡ് റോവർ നമ്മൾ കണ്ടേട്ടോ. അടിപൊളിയായിട്ടില്ലേ? ബൈക്ക് വെച്ച് കൊടുക്കുന്ന ഒരു 10 മീറ്റർ നടന്നപ്പോഴത്തേക്കും ആ കാണുന്നതാണ് കേട്ടോ നേപ്പാൾ. അവിടെ എഴുതിയിട്ടുണ്ട് യു ആർ വെൽക്കം ടു നേപ്പാൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അവിടെ നേപ്പാളിൻ്റെ 2 ആർമിയുടെ വണ്ടികളും കിടക്കുന്നുണ്ട്. 2 സ്കോർപ്പിയോ ഒരു ബൊളേറോ കിടക്കുന്നുണ്ട്. ഇപ്പുറത്തെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒരു ചെക്ക് പോസ്റ്റോ എന്തൊരു ഹെൽപ്പോ അങ്ങനെ എന്തൊരു സംഭവം കിടക്കുന്നുണ്ട്. തണുപ്പേ നല്ലോണം കൂടി വരില്ല, അങ്ങനെ വിറയ്ക്കണം. വണ്ടി വെച്ച വഴിയിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്ന് ഇതിവിടെ ഒരു കാനയുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാന ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേപ്പാളിലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചുമ്മാ ക്രോസ് ചെയ്തതല്ല, അവിടെ ആർമി നിൽക്കുന്നുണ്ട് പുറകിൽ, നേപ്പാളിൻ്റെ ആർമി. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു കടന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടാട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് എന്തിനാണ് പോകണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ കാണാനാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട് യു ആർ വെൽക്കം ടു നേപ്പാൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസ് കണ്ടില്ലേ, ഈ സ്റ്റെയർ കേസിൻ്റെ അപ്പോൾ ഇതാണ് ആ കാന. ഈ സ്റ്റെയർ കേസിൻ്റെ ഇടത്തെ ഭാഗത്തുള്ളതൊക്കെ നേപ്പാൾ. ഇപ്പം നമ്മൾ നേപ്പാളിൽ കൂടെ തന്നെയാണ് നടക്കണേ. വലത്തെ ഭാഗത്തൊക്കെ ഇന്ത്യയാണ് കേട്ടോ. ഇങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ വളരെ കുറവല്ലേ കാണുള്ളൂ. ഇങ്ങനത്തെ അതായത് 2 രാജ്യങ്ങളുടെ ബോർഡർ ഒരു ഗ്രാമത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയാണ്. ആ വഴിയാണ് ബോർഡർ. ആ വഴി കൂടെയാണ് ഇതേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേപ്പാളിലെ കോഴി ഇന്ത്യയിലെ തീറ്റ കൊത്തി തിന്നുന്ന ആഴ്ച കണ്ടു ഗൈസ്. മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, ചാറിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് ഭയങ്കര രസമാണ് കേട്ടോ കാഴ്ച. രസമാണെന്ന് നോക്കി. അവിടെ ഒരു മൊണാസ്ട്രിയോ അമ്പലമോ എന്തോ ഉണ്ട്. അവിടെ ഒരു സ്തൂപയുണ്ട് കേട്ടോ. ആ സ്തൂപയുണ്ട്. പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അവിടുത്തെ ആ ഭാഗത്തെ കോടങ്ങനെ ആ മലയെ കൂടെ അങ്ങനെ ഒഴുകി നടക്കണം കേട്ടോ. രസ. और आप नेपाल से हो या इंडिया से हो? नेपाल से. ആ ആൾക്കാരൊന്നും അധികം കാണുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ ആരെയും കാണാനില്ല. മഴയുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഈ അന്തൂരേ നോക്ക്. അപ്പോൾ നല്ല തണുപ്പ്. അതാണ് ആരെയും കാണാത്ത. പുറത്ത് കോഴികൾ മാത്രമല്ല, ഇഷ്ടംപോലെ കോഴികളുണ്ട് കേട്ടോ. നിറച്ചും കോഴികൾ. അവിടെ ഇവിടെയൊക്കെ കോഴികൾ. ഇതൊക്കെ ഇന്ത്യ കേട്ടോ. വീടുകളൊക്കെ ഇരിക്കുന്നത് ഇന്ത്യയിലാണ്. ഇതേ കുറച്ച് ആൾക്കാർ വരുന്നു. സംസാരിക്കാൻ പറ്റുമോ നോക്കി നോക്കട്ടെ. നമസ്തേ ജി. नमस्ते. आप नेपाल से हो? ना इंडिया. इंडिया से. अच्छा. आप कहाँ जा रहे हैं? मैं ऐसे घूमने के लिए आया था. अच्छा ठीक. हाँ, आप लोग काम करते हो यहाँ पे? ना हम लोग नेपाल का दार्जिलिंग का है ना, घूमने के लिए आए? घूमने के लिए आए. अच्छा अच्छा. तो बारिश आ रहा है इसीलिए ठंड लग रहा है. हाँ बहुत ठंड है. थोड़ा सा दारू पी रहा है. ഓക്കെ ठीक है. ओके. ഒരു ഇന്ത്യക്കാരാണ്. ദാരു കിട്ടുമെന്ന് പറയണ്ടല്ലോ. നല്ല തണുപ്പ്. എല്ലാം ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. പക്ഷെ എന്നാലും അതിൻ്റെ ഫ്രണ്ടിൽ നല്ല പൂക്കളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നടന്ന് വീടുകളും കാര്യങ്ങളൊക്കെ തീർന്നു. നമ്മളിത് കാട്ടിലേക്ക് കയറിയേക്കാണ്. അപ്പോൾ അത്രത്തോളം ഉള്ളൂ, കുറച്ച് ദൂരമേ ഉള്ളൂ, അത്രയും ഭാഗമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കുട്ടികളൊക്കെ കുറേ പേരൊക്കെ പഠിക്കുന്നതൊക്കെ ഇന്ത്യയിലാണ് ഞാൻ വായിച്ചു കണ്ടു. അതായത് നേപ്പാളിലെ സിറ്റിസൺഷിപ്പും നേപ്പാളികളായിരിക്കും, അല്ലെങ്കിൽ നേപ്പാൾ രാജ്യത്തിൻ്റെ ഉള്ളിലാണ്. പക്ഷെ അവർ പഠിക്കുന്നത് ഇവിടെ ഇന്ത്യയിലാണ്. കാരണം സ്കൂൾ അടുത്തുള്ള ഇന്ത്യയിലാണ്. അല്ലെങ്കിൽ അവർക്ക് 3 കിലോമീറ്റർ പോകണത്ര. അങ്ങനെയൊക്കെ ഞാൻ വായിച്ചു.
कहाँ से दीदी? हजार दीदी अभी ये नेपाल है? नेपाल अच्छा, और उस साइड पे इंडिया इधर से जा सकते हैं आप? हो सकता है वहाँ पे जा सकता है? सकता है नीचे से नहीं जाना है, इधर से रास्ता है? नीचे में रास्ता है अच्छा, इधर से भी रास्ता है ना? इधर रास्ता है आप नेपाल से हो या इंडिया से? नेपाल से नेपाल से। अब इंडिया इंडिया जा रहा हूँ. नेपाल ആഹാ. हम इंडिया जाना है അപ്പോൾ നമുക്ക് ഈ വഴി ഒന്ന് നടന്ന് നോക്കാം കേട്ടോ. ഈ വഴി നടന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് കയറിയിട്ടുണ്ട്. കാന ക്രോസ് ചെയ്ത് ഇന്ത്യയിലേക്ക് കയറി. ആ ഭാഗത്ത് ഒരു മൊണാസ്ട്രി ഞാൻ പറഞ്ഞില്ലേ, അമ്പലം, അവിടേക്ക് നമുക്ക് പോകട്ടെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ നടന്നിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അവിടെ താഴെ ഒരു ഇന്ത്യ പോസ്റ്റ് ഉണ്ട്. ഇന്ത്യയുടെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഇന്ത്യ പോസ്റ്റ് മാനെ ഭഞ്ച്യാങ് എന്നാണ് ഇവിടെ എഴുതിയേക്കണത്. BHANJHYANG മാനെ ഭഞ്ച്യാങ് എന്നാണ് എഴുതിയേക്കണത്. നമ്മൾ ബാക്കിയുള്ളവർത്തൊക്കെ അപ്പോൾ മാപ്പിലൊക്കെ എഴുതിയേക്കണത് ഭഞ്ജാങ് എന്നാണ്. ഭഞ്ജാങ്, മാനെ ഭഞ്ജാങ്. ഇപ്പോൾ ഇവർക്ക് നേപ്പാളിൽ ഇതുണ്ടാവുമോ, നേപ്പാൾ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ നേപ്പാളിൻ്റെ അറിയില്ല കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. താഴത്തേക്ക് ഇറങ്ങാം. എന്തായാലും ഇത് അടച്ചിട്ടേക്കാം. നല്ല തണുപ്പ്, ഇടിയും വെട്ടുന്നുണ്ട്, മഴ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാട്ടോ, വീടുകളാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ നടക്കണേ. മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമായാണ്. നമ്മളിത് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് എത്തിയിട്ടോ. ഈ ഭാഗത്ത് നിറച്ച് പ്രാവുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെയൊക്കെ ലാൻഡ് റോവർ കിടക്കുന്നുണ്ട്. ഫ്രീ ടിബറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എഴുതി അതേപോലത്തെ ഒരു ലാൻഡ് റോവർ ഇവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ടയറുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ മുകളിൽ ടയർ വയ്ക്കാനുള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ടയർ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എല്ലാം ഒരേപോലെ തന്നെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു സിംഘാലീല ലാൻഡ് റോവർ അസോസിയേഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അത് അടഞ്ഞു കിടക്കുകയാണ്. അതേ വരുന്നു ഒരു എന്താ പറയുക, ഒരു ഇളം പച്ച ലാൻഡ് റോവർ യുണൈറ്റഡ് കിങ്ഡം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ബ്രിട്ടൻ്റെ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അസോസിയേഷൻ്റെ താഴെ ഒരു കടയുണ്ടായിരുന്നു. അവിടുത്തെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു ഇത് ഓപ്പൺ ആണെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു അറിയില്ല, തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കയറി അവരോടൊക്കെ എന്തെങ്കിലും സംസാരിക്കാം, എന്തെങ്കിലും കൂടുതൽ ഇതിനെക്കുറിച്ച് നോളജ് കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ അത് അടച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ 1958 സീരീസ് 1 ലാൻഡ് റോവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ എഴുതിയിട്ടുണ്ട് ഇംഗ്ലണ്ട് ബർമിംഗ്ഹാം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈവൻ ദോ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ടീ പ്ലാന്റേഴ്സ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ടീ പ്ലാന്റേഴ്സ് ഈ ഭാഗത്ത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ഒരു റൂട്ട്, ഇപ്പോൾ നമ്മൾ മാനെ ഭഞ്ജാങ്ങിന്ന് ഇവിടുന്ന് സണ്ടക്ഫു പോകുന്ന വഴിയാണിത്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ അവർക്ക് കുറേ ടീ പ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലാൻഡ് റോവേഴ്സ് വരുന്ന കാലം വരെ ഇവർ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് കുതിരപ്പുറത്തും അല്ലെങ്കിൽ മ്യൂളിൻ്റെ പുറത്തൊക്കെയാണ്. ഇവിടുന്ന് വർക്കേഴ്സിനെ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ തേയില അവിടെ നിന്ന് കൊണ്ടുവരുന്നതൊക്കെ ഈ മ്യൂളിൻ്റെ പുറത്തും കുതിരപ്പുറത്തൊക്കെയാണ്. അപ്പോൾ ആ കാലത്ത് ഈ ഒരു റഫ് ടെറൈനായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ലാൻഡ് റോവേഴ്സ് ഇമ്പോർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഈ 40 ലാൻഡ് റോവേഴ്സ് ഇവിടെ വന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് ഇവിടുത്തെ റിച്ച് ഇന്ത്യൻസൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ നിന്ന് ഈ ടീ എസ്റ്റേറ്റും ഇവിടുത്തെ വലിയ വലിയ ഇതൊക്കെ ഉണ്ടല്ലോ, ബംഗ്ലാവുകളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നമ്മൾ ഇന്ത്യക്കാർ മേടിച്ചു. അത് കഴിഞ്ഞ് ഈ വണ്ടി ഇപ്പോൾ ടാക്സി ഓടുകയാണ്. അതും ഇതേ സെയിം റൂട്ടിൽ സണ്ടക്ഫു. അപ്പോൾ നമ്മൾ നടന്നതേ സണ്ടക്ഫു പോകുന്ന വഴിയുടെ ഭാഗത്തേക്ക് എത്തി കേട്ടോ. ഈ വഴി പോയ സണ്ടക്ഫു ചിത്ര എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകാം. ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സണ്ടക്ഫു 31 കിലോമീറ്റർ, ചിത്ര എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് 3 കിലോമീറ്റർ. പക്ഷേ നമുക്ക് ഇത് വെറുതെ പോകാൻ പറ്റില്ല. ഇവിടെ എന്തോ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. എന്തോ പെർമിറ്റ്, ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം, നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ, ബൈക്ക് നോട്ട് അലൗഡ്. അപ്പോൾ നമുക്ക് പോകണമെങ്കിൽ ബൈക്കിൽ പോകാൻ പറ്റില്ല. ഇതുപോലെ വന്നിട്ട് ഷെയർ ക്യാബ് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ് റോവർ എടുക്കാം, അല്ലെങ്കിൽ സുമോ അങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കാം കേട്ടോ. താഴെ ഒരു സ്കൂളിന് ഗ്രൗണ്ടും കണ്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് മാനെ ഭഞ്ജാങ് മൊത്തം കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗമാണ്. ഇതിൻ്റെ അപ്പുറത്താണ് നേപ്പാൾ വരുന്നത്. നമുക്കിനി ആ ഒരു സ്തൂപം, അവിടെ ഒരു അമ്പലം കണ്ടില്ലേ, ആ ഭാഗത്തേക്ക് നടക്കാം കേട്ടോ. ഞാൻ എൻ്റെ ബൈക്ക് എവിടെയോ ഒരു കടയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് വന്നേക്കണം. അതിൻ്റെ അകത്താണ് ക്യാമറ എല്ലാം, പിന്നെ ഡ്രോണ്, പൈസ, ലാപ്ടോപ്പ് എല്ലാം അതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആർമിയുടെ അടുത്ത് ചോദിക്കുകയാണ്, അവിടെ കൂടെ ഒരു വഴി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ പോകാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ഇതിൽ വഴിയുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിലാട്ടോ. ഞാൻ അവിടെ നോക്കിയപ്പോൾ നേപ്പാളിലൊന്ന് വിചാരിച്ചു. അതാണ് ഞാൻ അവിടെ പോയി ചോദിച്ചത്. അവിടെ പ്രോപ്പറായിട്ട് ഫെൻസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ആർക്ക് വേണമെങ്കിൽ
ഞാനൊന്നും നോക്കാണ്ട് ഇതിലങ്ങനെ നടന്ന് മുകളിലേക്ക് കയറി. അപ്പോൾ ഒരു സാറ് പോകുന്നു വിളിച്ചു. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇത് ചോദിച്ചു, എങ്ങടാ മോനെ പോണേ നീ ചോദിച്ചു. ഞാൻ അമ്പലത്തിലേക്കാണ്. എവിടെ നിന്നാന്ന് ചോദിച്ചു. ഞാൻ കേരളത്തിൽ നിന്നാണ്. ഓക്കെ, അമ്പലത്തിലേക്കാണെങ്കിൽ പൊക്കോന്ന് പറഞ്ഞു. ഈ വഴി കടയിൽ പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ത്യയിൽ കൂടെ തന്നെ കിടക്കണം. അപ്പുറത്ത് കൂടെ ഒരു വഴിയുണ്ട്, പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല. ഈ അമ്പലത്തിലേക്കുള്ള ചവിട്ടുപടി കയറി വന്നപ്പോഴാട്ടോ മനസ്സിലാവണേ നമ്മൾ ആ കയറിപ്പോയ വഴി. നമ്മൾ ഇതിലിങ്ങനെ കയറിപ്പോയി. ഞാൻ ഈ ഒരു സൈഡിലേക്കാണ് പോയത്. അതിൻ്റെ മുകളിലേക്ക് വേറെ കുറച്ചും കൂടി സ്റ്റെപ്പ് കാണാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിൽക്കണമൊക്കെ ഇന്ത്യ കേട്ടോ. ഇതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നതാണ് നേപ്പാളുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്സ് ഞാൻ കണ്ടില്ല. അതിൻ്റെ മുകളിൽ അവിടെ വരെ സ്റ്റെപ്സ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അത് ഇവിടെ നടന്നു പോകുമ്പോഴും ഇത് ഈ താഴെ കാണുന്നതൊക്കെ ഇതൊക്കെ നേപ്പാളിൻ്റെ ഭാഗങ്ങളാണ്. ഈ ഒരു തിട്ട കഴിഞ്ഞിട്ട് താഴെ ഉള്ളതൊക്കെ നേപ്പാളിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ആ കാണുന്നതൊക്കെ നേപ്പാളാണ്. എന്ത് രസമല്ലേ. എല്ലാ ലാൻഡ് ബോർഡേഴ്സ് ഇങ്ങനെയാണെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്ന പോലെ. സൈഡിലൊരു പൈൻ മരത്തിലെ ഇങ്ങനെ ഇളം പച്ച പൂക്കളുണ്ടായി നിൽക്കണം. എന്ത് രസമാണെന്ന് അറിയും. ശിവ് മന്ദിറ. ഞാനിത് ദൂരം നിന്ന് കണ്ടപ്പോൾ ബുദ്ധിസ്റ്റ് ടെമ്പിളാണെന്ന് കേട്ടോ വിചാരിച്ചത്. അതായത് ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. ശിവനുണ്ട്, ഇപ്പുറത്ത് ഒരു ഗണപതി ഉണ്ട്, അപ്പുറത്ത് ആരത് മുരുകനാന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഇതൊക്കെ ഉണ്ട്, വേലൊക്കെ ഉണ്ട് കയ്യിൽ. ഇപ്പുറത്ത് എന്തോ ദേവിയുടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ഇവിടെ ചെരുപ്പിട്ട് കയറാൻ പാടുമെന്ന് അറിയില്ല. ഞാൻ ഷൂസ് ഇട്ടിട്ട് വന്നേക്കണേ. ഷൂസിൻ്റെ അകത്ത് ജലസമ്പത്താണ്. അത്രയും നനഞ്ഞ് പിണ്ടിയായിട്ടുണ്ട്. അമ്പലം കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും ഒരു പഗോഡ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ, ആ ഒരു സ്റ്റൈലാട്ടോ. ഒരു നേപ്പാളി സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആക്കണ്ടല്ലേ. അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. ശരിക്കും നേപ്പാളിൽ നമ്മൾ കണ്ടിരുന്ന പോലത്തെ ബിൽഡിങ്സ് ആണ്. മുകളിലൊരു ഗുരുനാനാക്കിൻ്റെ ഒരു ഫോട്ടോ കൂടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്തൂപത്തിൻ്റെ അവിടേക്ക് എത്താം. ഞാനിവിടെ ഒരു കടയിൽ ചായ കുടിക്കാൻ കയറി കേട്ടോ. സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചായ കുടിക്കാന്ന് വെച്ചു. നല്ല തണുപ്പും നല്ല ചൂട് ചായയും രസമായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചായയൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഒത്തിരി മധുരം കുറവ് പറഞ്ഞാൽ മതി. ജനറലി നല്ല ചായയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ നേപ്പാളിൻ്റെ ആ ഒരു ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യില്ല, നമ്മൾ മുകളിലേക്കല്ല നടത്താം. അതിന് പകരം നമുക്ക് താഴത്തേക്ക് വേണമെങ്കിൽ നടക്കാം കേട്ടോ. പക്ഷേ ഇന്ന് അവിടെ ഇവരുടെ DIGയോ പോലീസിലാരോ, നേപ്പാൾ പോലീസിലാരോ ഏതൊരു ഇമ്പോർട്ടൻ്റ് ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് കടത്തി വിടാത്തത്. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും അങ്ങോട്ട് കടക്കായിരുന്നു. नेपाल से सामान लेकर जाता है, वहाँ से सब लेकर। अच्छा. और आप लोग जाता है कुछ लेने के लिए वहाँ पे? नेपाल इंडिया फ्री बॉर्डर है ना। हाँ, फ्री बॉर्डर. और हमारा एक पोस्ट ऑफिस देखा था मैं. ऐसे नेपाल का पोस्ट ऑफिस है यहाँ पे? है तो नीचे है. नेपाल का पुलिस स्टेशन है, अच्छा, सब कुछ है। अच्छा. वो नीचे जाना है. थाना है, थोड़ा नीचे। अच्छा. पोस्ट ऑफिस है, थाना है। उधर तक जा सकता है हम लोग? हाँ, जा सकता है। अच्छा. आज कोई आया है वहाँ पे DIG कोई आया है तो इसलिए मना कर रहा हूँ. मना करे? हाँ, VIP आया। हाँ, उसका बड़ा बड़ा सांप आया ना, जाने के बाद देखा। हाँ. उसको बड़ा बड़ा सांप आया। अच्छा. डिस्ट्रिक्ट से बाद में जाएगा। हाँ. नमस्ते जी, ये आपका लैंड रोवर है? अच्छा, आप ये संदकफू रूट में चलता है? अच्छा. अभी आया. कितना ट्रिप्स करते हैं? तो उतना नहीं होता है। हाँ. टूरिस्ट ऊपर जाता है, ऊपर 1 नाइट हल्ट करता है, दूसरे दिन आता है, कोई 2 नाइट के लिए जाता है। अच्छा, तो पैकेज जैसे लोगों को लेके जाता है? हाँ. अच्छा. कितना है इसका और रेट आएगा? भाड़ा हाँ. भाड़ा तो वो काउंटर से ही चलते हम लोग। अच्छा. अप डाउन का 5500 है, हाँ. ड्रॉप 5000, हाँ. 1 नाइट हॉल्ट 1500 प्लस होता है। अच्छा. और ये भी 1958 मॉडल है? ये तो 54 मॉडल का है। 54? अच्छा. देख सकता है अंदर? जी हाँ. ആ ചേട്ടൻ സമ്മതിച്ചോട്ടോ അകത്തൊന്ന് കാണാൻ. ഇപ്പോഴൊന്ന് തുറന്ന് കാണണേ. ഇതിൻ്റെ അകത്തൊരു മണമുണ്ടല്ലോ. പണ്ടത്തെ നമ്മൾ
ജീപ്പിലൊക്കെ കയറില്ലേ, പണ്ട് എൻ്റെ സ്കൂൾ ജീപ്പിൽ കയറുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അതേ മണം കേട്ടോ, അതേ മണം. പണ്ട് അംബാസിഡറിലൊക്കെ കയറുമ്പോൾ ഒരു മണം കിട്ടില്ലേ, അതേ മണമാണ്. അപ്പോൾ അതേ അതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സ്റ്റിയറിംഗ് ഇതൊക്കെ പുതിയത് വെച്ചേക്കണമെന്ന് തോന്നുന്നു, മഹീന്ദ്രയുടെ സ്റ്റിയറിംഗ് ആണ് കാണുന്നത്. इसमें कुछ ऑल्ट्रेशन किया है? इसका इंजन तो सब चेंज कर दिया है आप लोग। इंजन सब चेंज किया है? अच्छा यहाँ मैंने भंजन में ओरिजिनल लैंड रोवर सिर्फ 5-6 है अभी, अच्छा। वो लेकिन चलाता नहीं है, सब हाँ हाँ, गोदाम में रखा है। और मेंटेनेंस भी Maintenance मुश्किल रहेगा ना? हाँ हाँ, हाँ एक दो ही है गैरेज वाला, अच्छा। जो गाड़ी बनाता है लैंड रोवर। हाँ हाँ हाँ, ठीक है जी, थैंक यू। ओके खुश हो, आपको मिल गया। ओके। ഇതിൻ്റെ എഞ്ചിൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു എല്ലാത്തിൻ്റെയും ലാൻഡ് റോവറിൻ്റെ എഞ്ചിൻ ആയിരിക്കുന്നതാണ് ഞാൻ വരുമ്പോൾ വരെ വിചാരിച്ചു. അങ്ങനത്തെ ഞാൻ എവിടെയും വായിച്ചുമില്ല. അപ്പോൾ എല്ലാവരും എഴുതുമ്പോൾ നല്ല രീതിയിലാണല്ലോ എഴുതുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി എഞ്ചിനൊക്കെ മാറ്റി വെച്ചതാണ്. വളരെ ചുരുക്കം വണ്ടികൾക്ക് പഴയ ലാൻഡ് റോവറിൻ്റെ എഞ്ചിനേ ഉള്ളൂ. അപ്പോൾ അതേ ക്ലൈമറ്റ് പഴയ പോലെ ആയിട്ടുണ്ട് കേട്ടോ. വീണ്ടും കോട ഇറങ്ങിയിട്ടുണ്ട്, മൊത്തം മൂടി തുടങ്ങി. സമയം 4:30 ആവാറായിട്ടുണ്ട്. ഞാൻ പതുക്കെ എൻ്റെ കളർ നോക്ക്. അത് നല്ല രസമുണ്ട് കേട്ടോ, ആ കളറ്. അത് അടിപൊളി കളറായിട്ടുണ്ട്, അതെനിക്കിഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സമയം 4:30 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് 1.5 മണിക്കൂർ എങ്കിലും എടുക്കും. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ 1.5 മണിക്കൂർ എടുത്തു. അപ്പോൾ അങ്ങോട്ടും ഏകദേശം 1.5 മണിക്കൂർ എടുക്കും. ഇങ്ങോട്ട് വെളിച്ചുണ്ടായിട്ട് പോലും കാണാണ്ടായിരുന്നില്ല, ഫോഗ് ആയിരുന്നു. അപ്പോൾ ഇരുട്ടത്ത് പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നേപ്പാൾ ബോർഡറും ലാൻഡ് റോവറിൻ്റെ കഥകളും ഈ ഫോഗിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.